എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബാസിസ് അക്കാഡമിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇങ്ങനെ വീഡിയോ കാണുന്ന നിങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം ആശംസിക്കുന്നത് ഇന്ന് 1000ാമത്തെ വീഡിയോയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം നിങ്ങളോട് അറിയിക്കുന്നത്. നമ്മുടെ യാത്ര ആരംഭിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. 6 വർഷങ്ങൾ പൂർത്തിയായി. ഈ 6 വർഷങ്ങൾക്കിടയിൽ ക്ലാസ്സുകളായിട്ടും അതേപോലെ തന്നെ മോട്ടിവേഷണൽ വീഡിയോകളായിട്ടും എക്സാം അനാലിസിസ് ഒക്കെ ആയിട്ടുമൊക്കെ നമ്മൾ ധാരാളം വീഡിയോകളും ക്ലാസ്സുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ഇപ്പോൾ 1000 വീഡിയോ തികയുന്നൊരു ദിനമാണ്. വളരെ സന്തോഷമുണ്ട്. അത് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. നമുക്കെല്ലാം ജീവിതത്തെക്കുറിച്ച് പല കാഴ്ചപ്പാടുകളും ഉണ്ടായിരിക്കും. പലപ്പോഴും ആ കാഴ്ചപ്പാടുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമമൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മൾ. പക്ഷേ എത്രയൊക്കെ പരിശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോഴൊക്കെ കപ്പിനും ചുണ്ടിനുമൊക്കെ ഇടയിൽ നമുക്ക് നേടേണ്ടതെല്ലാം നഷ്ടപ്പെട്ടു എന്നും വരാം. അതൊക്കെ കണ്ട് പല ആൾക്കാരും സംഭവിക്കാറുണ്ട്. നിരാശ ഉണ്ടാവാറുണ്ട് ജീവിതത്തിൽ നിരാശ വന്ന് തോന്നി കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താവും, പിന്നെ മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊരു തോന്നൽ പോലും ഉണ്ടാവില്ല. എന്തിനും ഏതിനും നെഗറ്റീവുകൾ മാത്രം നമ്മൾ കണ്ടെത്തും. നിലയിൽ കയ്യിലുള്ളതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഘട്ടമാണെന്നുണ്ടെങ്കിൽ കാലത്തെ പഴിക്കും, വിധിയെ പഴിക്കും, കൂടെയുള്ളവരെ പഴിക്കും, സമൂഹത്തെ മൊത്തത്തിൽ പഴിക്കും, സ്വയം പഴിക്കും. അങ്ങനെ കഴിവുകൾ എന്തെല്ലാം ഉണ്ടോ അതൊന്നും വിനിയോഗിക്കുവാൻ സാധിക്കാതെ നമ്മുടെ കഴിവുകൾ എന്ത് ചെയ്യുന്നു, മുരടിച്ച് മണ്ണോട് മണ്ണായി പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, റിവേഴ്സ് ഓർഡറിലൊന്ന് ചിന്തിക്കാൻ സാധിക്കണം. നമ്മൾ എന്തായാലും തീരും മുമ്പ് നമുക്കെന്ത് കൊടുക്കാൻ സാധിക്കും. അത് വാങ്ങുന്നതിലല്ല കൊടുക്കുന്നതിലാണ് കാര്യമെന്ന് ചിന്തിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറി ചിന്തിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും തടസ്സമാവുകയില്ല. എൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ 14 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. 2019 ഈ ഒരു ഫീൽഡിൽ പഠിപ്പിക്കുന്ന ഒരു മേഖലയിലേക്ക് വരുന്നത് എന്ന് മുൻപത്തെ 1-2 വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പഠിപ്പിച്ചത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെയാണ്. അതിനുശേഷം ആ മേഖലയിൽ നിന്നും പെട്ടെന്നൊരു മാറ്റം അനിവാര്യമായി വന്നത് എന്ന് വെച്ചാൽ ആരോഗ്യപരമായ കാരണങ്ങളാലാണ്. സംഭാഷണം പോലും നേരാമണ്ണം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പറഞ്ഞാൽ തിരിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം അസുഖത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഒരുപാട് കാലങ്ങൾ ആശുപത്രികളിൽ 4 ജില്ലകളിലെ ആലപ്പുഴയിലും എറണാകുളത്തും കോട്ടയം കൊല്ലം ജില്ലകളിലേക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാസങ്ങളൊക്കെ നീണ്ട ഒരു ട്രീറ്റ്മെൻറ്റിനൊടുവിൽ അത്യാവശ്യം സംഭാഷണം നടത്തുവാനായിട്ട് സാധിക്കുന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ പാഷനായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ഫീൽഡിൽ പിന്നെ അവസരമില്ല. കാരണം ഈ ഒരു മേഖലയിൽ ഏറ്റവും വേണ്ടുന്നത് ശബ്ദമാണ് വേണ്ടുന്നത്, കണ്ണിൻ്റെ കാഴ്ചയാണ് വേണ്ടത്. ഇത് രണ്ടുമൊക്കെ തകരാറിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ടെന്താണ്, ഫീൽഡിൽ നിന്നും ഔട്ടായിപ്പോയി. ഫീൽഡിൽ നിന്ന് ഔട്ടായിപ്പോയി കഴിയാൻ നേരത്തെ എല്ലാവരും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടിലൊക്കെ ആവും. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് മനസ്സ് തോറ്റു കൊടുക്കാനായിട്ടൊരു വാശി എന്ന് പറയുന്നത് ഉണ്ടാവില്ല. നമ്മളൊക്കെ തള്ളി പറയുന്ന, നമ്മളെ വേണ്ട സമയങ്ങളിൽ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുകയും ഒരുപാട് നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കുകയും ചെയ്ത ധാരാളം ആളുകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കൊരു മോശം ഘട്ടം വരുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും തന്നെ ചിലപ്പോൾ കൂടെ ഉണ്ടാവില്ല. അപ്പോഴായിരിക്കും നമുക്ക് തിരിച്ചറിവ് വരിക. നമ്മൾ ഇത്രയും കാലം പ്രവർത്തിച്ചത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണോ, വീട്ടുകാർക്ക് വേണ്ടിയാണോ, നാട്ടുകാർക്ക് വേണ്ടിയാണോ, മറ്റുള്ളവർക്ക് വേണ്ടിയാണോ എന്ന് ചിന്ത വരും. ആ ചിന്ത വന്നു കഴിയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും, ഇനിയുള്ള കാലം എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ ചിന്തിക്കണമെന്ന്. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം, ഒരു അഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഇത്രയും കാലം സംഭരിച്ച നമ്മുടെ അറിവുകളെന്ന് പറയുന്നത് മണ്ണടിഞ്ഞു പോകുന്നൊരു ഘട്ടം വരും. അതിന് മുമ്പായിട്ട് പരമാവധി ആളുകൾക്ക് പ്രയോജനം ചെയ്യാൻ എന്താണ് മാർഗ്ഗമെന്ന് ചിന്തിച്ചു. അവസരങ്ങളില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടെത്തണം എന്നുള്ള ഒരു ചിന്തയാണ് അന്നുണ്ടായത്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ബാസിസ് അക്കാഡമി എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഈ നിൽക്കുന്ന ഞാൻ ചിലപ്പോൾ നാളെ ഉണ്ടാവണമെന്നില്ല. ഏത് സമയത്തും ആർക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് ഗ്യാരണ്ടി ഇല്ലാത്തതാണ് അല്ലേ. ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് ഓടുന്നൊരു വണ്ടി ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ സൈഡിലാക്കപ്പെടും, അല്ലെങ്കിൽ അവിടെ നിന്ന് നിലച്ചു പോകുന്നത് പോലെ നമ്മൾ ഓരോരുത്തരുടെയും ഒക്കെ അവസ്ഥ. ചിലപ്പോൾ നേരത്തെയാവും, താമസിച്ചാവാം, പല സാഹചര്യങ്ങളാലും പല കാരണങ്ങളാലും ആവാം. അപ്പോൾ നിലനിൽക്കുന്ന സമയത്ത് എന്ത് കൊടുക്കുവാൻ സാധിക്കും, അതാണ് നമുക്കിവിടെ വേണ്ടത്. നമ്മുടെയൊക്കെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് മോട്ടിവേഷണൽ കോട്ട്സ്, അതേപോലെ മോട്ടിവേഷണൽ സ്റ്റോറീസൊക്കെ ധാരാളമുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം, നമുക്ക് മറ്റൊരാൾക്ക് മോട്ടിവേഷൻ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തി എങ്ങനെയായിരിക്കണം, നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, അതിനെങ്ങനെയായിരിക്കണം നമുക്ക് തരണം ചെയ്യാൻ സാധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ തോന്നുന്ന ഒരുപാട് നല്ല ആശയങ്ങളുണ്ടാകും. ആ ആശയങ്ങളിൽ നിന്നുമാണ് നമ്മൾ ബാസിസ് അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2018 മാർച്ച് മാസം 23-ാം തീയതിയാണ് ആദ്യമായിട്ട് യൂട്യൂബിലൂടെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ സമയത്ത് ഉള്ളിലുണ്ടായിരുന്ന അറിവ് എന്ന് പറയുന്നത് മാത്രമാണ് ആകെ കൈമുതലായിട്ടുള്ളത്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് 2ാമത്തെ ഘടകമാണ്. ആത്മവിശ്വാസത്തിൻ്റെയും അറിവിൻ്റെയും ബലത്തിലാണ് നമ്മൾ ആരംഭിച്ചത്. ഇത് എന്താണ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടോ, ഒരുപാട് ഷെയർ ലൈക്കും കിട്ടുന്നതിന് വേണ്ടിയിട്ടോ, വരുമാനമോ പ്രതീക്ഷിച്ച് ചെയ്തത് അല്ല. നമ്മൾ ചെയ്തത് ജീവിച്ചിരിപ്പുണ്ടെന്നും അറിവ് ഉണ്ടെന്നും സ്വബോധം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും കുറച്ചാളുകളെ ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ചെയ്തത് മാത്രമാണ് നമ്മുടെ ഈ ബാസിസ് അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു ചാനൽ. ഇതിൽ നമ്മൾ 1000
വീഡിയോകൾ നമുക്ക് ചെയ്യുവാൻ സാധിച്ചു. പലപ്പോഴും ആരോഗ്യപരമായ കാരണങ്ങളാൽ മാസങ്ങളോളം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ പോലും ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം സഹായിച്ചും നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയും കാരണം ഇപ്പോൾ മുടങ്ങാതെ കുറേ നാളുകളായിട്ട് തുടർച്ചയായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വ്യൂവേഴ്സ് കുറവാണെന്നുണ്ടോ, വ്യൂവേഴ്സ് കൂടുതലാണെന്നോ, ഷെയറോ ലൈക്കോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത. കാരണം നമുക്കറിയാം എന്താണ്, ചരക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിന് പരസ്യം ആവശ്യമില്ല, ആളുകൾ തേടിയെത്തിക്കോളും. അതുതന്നെയാണ് നമ്മളുടെയും ഒരു പോളിസി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് 54,000-ത്തിനടുത്തോളം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആകുവാനായിട്ട് പോകുന്നുണ്ട്. ഇത് വളരെ ചെറിയ ഫിഗർ തന്നെയാണ്. കാരണം 6 വർഷങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ധാരാളം ചാനലുകളുണ്ട്, നമുക്കതറിയാം. പക്ഷെ നമ്മുടെ ചാനലെന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ചാനലല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകമെന്ന് പറയുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാവണമെന്നുണ്ടെങ്കിലോ കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടണമെന്നുണ്ടെങ്കിലോ ലൈക്കും ഷെയറും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിലോ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്വയം വിഡ്ഢിയായി മാറുക എന്നുള്ളതാണ്. വിഡ്ഢിത്തം പറയുക, അതേ ചാനൽ മൈക്കോടിയിട്ട് സ്വയം വിഡ്ഢിയായി, സ്വയം എളിഭ്യനായി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നൊരു പ്രകടനം നടത്തിയാൽ ധാരാളം സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് നോക്കി കിട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പക്ഷം പിടിച്ചുകൊണ്ട് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മോശമായും നികൃഷ്ടമായും വിമർശിച്ചു കഴിഞ്ഞാലും സംഭവിക്കും. എതിരാളികളും കാണും, അനുകൂലിക്കുന്നവരും കാണും. ഏതെങ്കിലും ഒരു മതത്തെ, പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മതത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അന്യമതത്തെ വിദ്വേഷകരമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ ധാരാളം ആൾക്കാർ കാണുവാനായിട്ടും ഉണ്ടാകും. പിന്നെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന മാന്യന്മാരായിട്ടുള്ള ആളുകളുണ്ടാവും, ഉത്തമ ശൃംഗങ്ങളിൽ രാജിക്കുന്നവരെ. അവരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു കഴിഞ്ഞാലൊന്നും ഉണ്ടാവും. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ടുള്ള ഫോളോവേഴ്സ് ആരാധകരുണ്ട്. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്താണ്, അക്കാഡമിക് രംഗത്ത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. കാരണം അക്കാഡമിക് രംഗമെന്ന് പറയുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മത്സര പരീക്ഷാ പരിശീലന രംഗമെന്ന് പറയുമ്പോൾ ഒരു 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് ഉള്ളത്, ചെറുപ്പക്കാരാണുള്ളത്. ആ ചെറുപ്പക്കാരിൽ തന്നെ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ശരാശരി 20 ലക്ഷത്തിനടുത്ത ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 20 ലക്ഷത്തിൽ വരുന്ന ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെയുള്ള ഈ ഒരു യൂട്യൂബ് ചാനലിനെ കാണുകയും പ്രോത്സാഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. ചിലപ്പോൾ അവരുടെ രക്ഷകർത്താക്കളുമൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നോക്കിയാൽ അതിൽ നിന്ന് 20 ലക്ഷത്തിൽ നിന്നൊരു 50,000 എന്ന് പറയുമ്പോൾ 40-ൽ ഒരാൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന 40-ൽ ഒരാളെന്ന് പറയുന്നയാൾ നമ്മുടെ ഭാസിസ് അക്കാഡമിയുടെ വരിക്കാരാണ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനകരമായ നേട്ടമാണ്. 1000 വീഡിയോ എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഇത്രയും വീഡിയോകൾ ചെയ്യുവാനായിട്ടും ഇനിയും തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ ചെയ്യുവാനുമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുന്ന കമൻറ്റുകളാണ്, നിങ്ങൾ നൽകുന്ന ലൈക്കുകളുമാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ക്ലാസ്സുകൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുവാനായിട്ട് ആയുസ്സും ആരോഗ്യവും ഉണ്ടാകണമെന്നും എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.